നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ Q3 റിസൾട്ട് സീസണാണ്. ഡിസംബർ ക്വാർട്ടറിലെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10-20 കമ്പനികളുടെ റിസൾട്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് വന്നു. ബാക്കിയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റിസൾട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് കമ്പനികളുടെ റിസൾട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇനി ഈ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പോസിറ്റീവ് റിസൾട്ട് ആണെന്ന് കണ്ട് പിറ്റേ ദിവസം ചാടി കയറി അതിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ വാച്ച് ലിസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ടെക്നിക്കൽ എൻട്രി സെറ്റപ്പുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസൾട്ട് സീസൺ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണെങ്കിലും, നിങ്ങൾ ചിലപ്പോൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണെങ്കിലും അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളേതായാലും അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒരു 1000-1500 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള കമ്പനീസാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും റിസൾട്ട് അനാലിസിസിലേക്ക് പോവാം. ഈ റിസൾട്ട് അനാലിസിസ് എന്ന് പറയുന്നത് പ്യൂർലി ഇത് ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ അല്ല. നമുക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ എൻട്രീസ് കിട്ടുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളിൽ, ഈ വാച്ച് ലിസ്റ്റിൽ നിന്നുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഒന്നുകൂടി കൺവിക്ഷനോടുകൂടി ട്രേഡ് എടുക്കാനും ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് റിസൾട്ടിലേക്ക് പോകും. ഒരു 1500 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള കമ്പനീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്. അതിൽ താഴെയുള്ള ഒരു 1000-1500, 1000-ൽ താഴെയൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. കാരണം മൈക്രോ ക്യാപ്പ് കമ്പനീസിൽ പലപ്പോഴും ലിക്വിഡിറ്റി കുറവായിരിക്കും, നമ്മുടെ റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 1500 ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് റിസൾട്ട് കാണാം. ഏകദേശം 7 റിസൾട്ട്സ് ആണ് നമുക്കതിൽ അനലൈസ് ചെയ്യാനുള്ളത്. ഏകദേശം 7 റിസൾട്ടാണ്. ഒന്നാമത്തേത് ഇപ്പോൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻ്റ് ആണ്, IREDA. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണത്, IREDA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് കാണുന്ന സമയത്ത് നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് കാണുന്നത്. ഇയർ ഓൺ ഇയർ 25% സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, EBIT 23% ഗ്രോത്ത് കാണാം, നെറ്റ് പ്രോഫിറ്റ് 38% ഗ്രോത്ത്, അതുപോലെ EPS 32% ഗ്രോത്ത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫിഗേഴ്സ് ആണ്. നമുക്ക് അവരുടെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോകാം. ടോപ്പ് ലൈൻ കാണുന്ന സമയത്ത് റവന്യൂ ഡിസംബറിലെ 2130 കോടിയാണ് അവരുടെ റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയർ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ 25% ഗ്രോത്ത് ആണ്, ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ആണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്തും കുഴപ്പമില്ലാത്തൊരു ഫിഗർ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഒരു കൺസിസ്റ്റൻസിയും ഇവരുടെ ഗ്രോത്തിൽ നമുക്ക് കാണാം. 1600 ഇവിടെ മുതൽ ഒരു കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ, 869, 1036, 1143, 1177, 253, 391, 1510, 630, 698, 904, 947, 2057. സെപ്റ്റംബർ 2025 അവർ 2000 മാർക്ക് ക്രോസ് ചെയ്തത്. ഇപ്പം അഗെയിൻ 2130 കോടിയുടെ റവന്യൂ ആണ് അവർ കാണിച്ചിട്ടുള്ളത്. അതുപോലെ പ്രോഫിറ്റ് നോക്കുന്ന സമയത്തും പ്രോഫിറ്റിലും അതേപോലെ ഇവിടെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാം. ഫിനാൻസിങ് പ്രോഫിറ്റ് നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാണാം. അതുപോലെ ഫിനാൻസിങ് മാർജിൻ പെർസെൻറ്റേജും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 32% നിന്നും 34% ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഫിനാൻസിങ് OPM മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്തും അത് സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ PE റേഷ്യോ നോക്കുന്ന സമയത്ത് 20.4 ആണ്, വിതിൻ ദി ലിമിറ്റ് ആണ്. അതുപോലെ PEG റേഷ്യോ ബിലോ 1 ആണ്, ഓക്കെ ആണ്. ഡെറ്റ് ലേശം കൂടുതലായിട്ട് നമുക്ക് കാണും. ഫിനാൻസിങ് കമ്പനീസിൽ അത് നോർമലാണ്, അത് നമുക്ക് കാര്യമായ പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഓക്കെ, നമുക്ക് കാര്യമായിട്ട് വേറെ ഒന്നും നോക്കാനില്ല. ഇനി പിന്നെ ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ഇവിടെ നെഗറ്റീവായിട്ട് കാണും, പക്ഷെ അത് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് ഓക്കെയാണ്. 2500 കോടി. അതുപോലെ 2024 1660 കോടി, 2023 ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് ഉണ്ട്. പിന്നെ നെഗറ്റീവ് കാണാനുള്ള കാരണം ലോൺ അഡ്വാൻസസ് ആണ്. ഇപ്പോൾ ഫിനാൻസിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ ആൻഡ് അഡ്വാൻസസ് കാരണമാണ് ഇത് നെഗറ്റീവ് കാണിക്കുന്നത്. അത് ഓക്കെയാണ്, അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അതുപോലെ ഫണ്ടമെൻ്റലി ഓക്കെ കമ്പനിയാണ്. അതുപോലെ റീസെൻ്റായിട്ട്
2025 ഓഗസ്റ്റിലാണ് അവരുടെ റേറ്റിംഗ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. റേറ്റിംഗ് നോക്കുന്ന സമയത്ത് AAA ആണ്. AAA റീഅഫേംഡ് ആണ്. അപ്പോൾ ബാങ്ക് ലോൺ റേറ്റിംഗ്സ് അതുപോലെ സ്റ്റേബിൾ റീഅഫേംഡ് ആണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഏകദേശം ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. അപ്പോൾ IREDA നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. ഇത് PSC സെക്ടറിലുള്ള, ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനിയാണ്. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണത് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ജൂൺ 2025 പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിലോ 4 ഒരു 3.5% അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സെല് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഭൂരിഭാഗം വാങ്ങിയിട്ടുള്ളത് DIs ആണ്. ചെറിയ പെർസെൻറ്റേജ് മാത്രമേ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് IREDA എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റോക്ക്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ തേജസ് നെറ്റ്വർക്ക് ആണ്. തേജസ് നെറ്റ്വർക്ക് നമുക്ക് കാണാം ഇയർ ഓൺ ഇയർ 88%-ന്റെ ഡ്രോപ്പാണ് കാണിച്ചിട്ടുള്ളത് സെയിൽസിൽ. അതുപോലെ EBIT 136% ഡൗൺ ആണ്. നെറ്റ് പ്രോഫിറ്റ് 219% ഡൗൺ ആണ്. EPS 217% ഡൗൺ ആണ്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ സെയിൽസിൽ ഒരു ഗ്രോത്ത് കാണാം. അതുപോലെ EBIT-ലും ഒരു ഗ്രോത്ത് കാണാം. അതുപോലെ നെറ്റ് ലോസ് കുറച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നെറ്റ് ലോസ് അവർ കുറച്ച് വന്നിട്ടുണ്ട് എന്നതാണ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി. അവർക്ക് ചില ഒരു BSNLന്റെ ഓർഡർ ഡിലേ ആയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഡിലേ ആയതാണ്, ക്യാൻസൽ ആയിട്ടില്ല എന്നതാണ് അതിലെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത ഓർഡറൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കമ്മിങ് ക്വാർട്ടേഴ്സിൽ അത് എന്താ അത് റിക്കവർ ചെയ്ത് വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയേണ്ടത്, ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമേ നമുക്കിപ്പോൾ ഇതിലൊരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അവർ ലോസ് കുറച്ച് വരുന്നുണ്ട്, അതുപോലെ സെയിൽസ് കൂടുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഓർഡർ ബുക്ക് അതൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മിങ് ക്വാർട്ടേഴ്സിൽ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കമ്പനി. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ PE ഒന്നും നമുക്ക് കാണത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കറൻ്റ് നമ്മളിത് വാച്ച് ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കമ്പനി. മൂന്നാമത്തത് ഗ്ലോബസ് സ്പിരിറ്റ്സ് ആണ്. ആൽക്കഹോളിക് കമ്പനിയാണ് ഗ്ലോബസ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. ആൽക്കഹോളിക് കമ്പനിയാണ്. അവരുടെ PE 38.5 ആണ്. ഇൻഡസ്ട്രി PEക്കാളും ലേശം കൂടുതലാണെന്നേ ഉള്ളൂ. PEG നെഗറ്റീവ് ആണ്. അപ്പോൾ ഗ്രോത്ത് കാര്യമായിട്ട് ഇല്ല എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. EPS 27.5. ഓക്കെ, ROCE ഓക്കെയാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ട് ROCE കുറഞ്ഞു വന്നതാണ്. കാര്യമായ ഗ്രോത്ത് ഇതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇത്തവണത്തെ റിസൾട്ട് എന്താണ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്തവണത്തെ റിസൾട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. 602 നിന്നും 716. അതുപോലെ സെപ്റ്റംബറിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കാണാം, ഗ്രോത്ത് കാണാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏകദേശം 2024 ഡിസംബർ മുതൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. OPM എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓക്കെ ആണ്. ഇനി ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്ത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അത് ഓക്കെ ആണ്. ക്യാഷ് അവരുടെ കയ്യിലേക്ക് വരുന്നുണ്ട് എന്നത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 51 ഒക്കെ ഉണ്ടായിരുന്നു. ലേശം സ്ലൈറ്റ്ലി അവർ കുറച്ച് വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റോക്കിൻ്റെ എണ്ണം കുറയാണ് ചെയ്തിട്ടുള്ളത്. അതായത് വാങ്ങിയിട്ടുള്ളത് ആരാണ്, DIs ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വാങ്ങിയിട്ടുള്ളത്. FISും ലേശം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായ പ്രശ്നം നമുക്കിതിൽ നിലവിൽ കാണുന്നില്ല. ആൽക്കഹോളിക് സ്റ്റോക്കാണ്. വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്വാർട്ടറിലേക്ക് ട്രേഡിന് വേണ്ടിയിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് അടുത്തൊരു റിസൾട്ട് വന്നിട്ടുള്ള കമ്പനി ഗ്ലോബസ് സ്പിരിറ്റ്സ് ആണ്. അടുത്തത് ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് കമ്പനി, ഇതിൻ്റെ സ്റ്റോക്ക് PE 23 ആണ്. ഓക്കെ, 23 എന്ന് പറയുന്നത് വിതിൻ ദ ലിമിറ്റ് ആണ്, ഓക്കെ ആണ്. പക്ഷേ സെയിൽസ് ഇയർ ഓൺ ഇയർ 4% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. 23%, 33%, 33%.
അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്തും അത്ര ബെറ്റർ റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്നതിൻ്റെ ക്വാർട്ടർ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ ഗ്രോത്ത് കാണിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. കണ്ടോ, ഗ്രോത്ത് കാണിക്കുന്നില്ല. പക്ഷേ അതിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർച്ചിലാണ് അവർ ബെറ്റർ റിസൾട്ടുകൾ അവർ എന്ത് ചെയ്യുന്നത്, കൊടുക്കാറുള്ളത്. കണ്ടോ, ഡിസംബർ 474, മാർച്ച് 565, ജൂൺ അഗെയിൻ 392. അതേ പാറ്റേൺ ആണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഡിസംബർ 529, മാർച്ച് 798, ജൂൺ അഗെയിൻ താഴോട്ട്. ഓക്കെ, അഗെയിൻ സെപ്റ്റംബർ കുറവാണ്, ഡിസംബർ അതിനേക്കാളും ബെറ്റർ റിസൾട്ട് നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാം, മാർച്ചിൽ എക്സ്പെക്ട് ചെയ്യാം. അതാണ് ഇതിലുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലുള്ള പോസിറ്റിവിറ്റി അതാണ്. പക്ഷേ ഇവരുടെ OPM എക്സ്പാൻഷന് പകരം താഴോട്ടാണ് വന്നിട്ടുള്ളത്. എക്സ്പാൻഷൻ നടന്നിട്ടില്ല, താഴോട്ടാണ് വന്നിട്ടുള്ളത്. അതൊരു നെഗറ്റിവിറ്റിയാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് ട്രയലിംഗ് 12 month അവരുടെ കമ്പനിയുടെ ബെസ്റ്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർച്ചിലെ ബെറ്റർ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ റിസൾട്ട് ഇതിൻ്റെ ഓക്കെ ആയിരുന്നു. കഴിഞ്ഞ റിസൾട്ട് നോക്കാം, ഒരു സെക്കൻഡ്. കഴിഞ്ഞ റിസൾട്ട് സെപ്റ്റംബർ 578. അപ്പോൾ ഇയർ ഓൺ ഇയർ നല്ല ബെറ്റർ റിസൾട്ടാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബെറ്റർ റിസൾട്ട് ആയിരുന്നു. പക്ഷേ സ്റ്റോക്ക് നേരെ താഴോട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡിസംബറിൽ പൊതുവെ അവർ അത്ര നല്ല റിസൾട്ട് അല്ല, കാര്യമായിട്ട് മാർച്ചിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ബെറ്റർ റിസൾട്ട് കൊടുക്കാറില്ല. ആ ഒരു എക്സ്പെക്ടേഷൻ പോലെ തന്നെ ഡിസംബറിൽ അത്ര ആശാവഹമായ റിസൾട്ട് അല്ല വന്നിട്ടുള്ളത്. പക്ഷേ മാർച്ചിൽ ബെറ്റർ റിസൾട്ട് വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഇതൊന്നും ഷുവർട്ടി ഒന്നുമല്ല. ഓക്കെ, എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു എക്സ്പെക്ടേഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യുവേഷനിൽ 23.0 ആണ് ഇതിൻ്റെ സ്റ്റോക്ക് പി എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ ഇൻഡസ്ട്രി പി ഇ വളരെ കൂടുതലാണ്. ഇപ്പോൾ 45.7 ആണ് ഇൻഡസ്ട്രി പി ഇ. സ്റ്റോക്ക് പി ഇ 23.0 ആണ്. അപ്പോൾ നമുക്കതിൽ കാണാൻ പറ്റുന്നത് ബെറ്റർ വാല്യുവേഷൻ ആണ്. PEG റേഷ്യോ 0.55 ബിലോ 1 ആണ്. ഓക്കെ ആണ്. ക്യാഷ് ഫ്ലോ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. നോക്കാം. ഓക്കെ, ക്യാഷ് ഫ്ലോ ഏകദേശം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ നമുക്ക് കാണാം. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് ഓക്കെ, അവരുടെ പ്രോഫിറ്റ്സ് അവരുടെ കയ്യിലേക്ക് ഏകദേശം അതിൻ്റെ ഒരു 60-70% വരുന്നുണ്ട്. ഓക്കെ, 70%-ൽ കൂടുതൽ അവരുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. അത് ഓക്കെ ആണ്. നമുക്ക് മാർച്ചിലെ ബെറ്റർ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാച്ചിൽ സ്ലാഡ് ചെയ്യാം. സ്റ്റോക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഹെവി ആയിട്ട് 15% കൂടുതൽ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാച്ചിൽ സ്ലാഡ് ചെയ്യാം. താഴോട്ടേക്ക് വരാനുള്ള അത്രയും വന്ന് കഴിയട്ടെ. നല്ല ടെക്നിക്കൽ എൻട്രി സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് അങ്ങനെ കണ്ണും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുമല്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കാലിറ്റിയിലാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് അല്ലേ, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അതും റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 6% താഴോട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഡസ്ട്രി പിയേക്കാളും ബെറ്റർ PE ആണ്. PEG റേഷ്യോ ബിലോ 1 ആണ്, ബെറ്റർ ആണ്. കാര്യമായ ഡെറ്റൊന്നും ഇല്ലാത്ത കമ്പനിയാണ്. കാര്യമായ ഡെറ്റൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, കാര്യമായ ഡെറ്റ് ഇല്ല. ഇനി ക്വാർട്ടർലി റിസൾട്ട് നോക്കുന്ന സമയത്ത് വണ്ടർഫുൾ റിസൾട്ടാണ് ഇത്തവണ അവർ കൊടുത്തിട്ടുള്ളത്. വണ്ടർഫുൾ റിസൾട്ടാണ് അല്ലേ, 737. ഓക്കെ, കഴിഞ്ഞ ഡിസംബറിൽ 559 കോടിയായിരുന്നു. അവിടെ നിന്നും 737 കോടിയിലേക്ക് നല്ലൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 85-ൽ നിന്ന് 125, ബെറ്റർ ആണ്. OPM 15-ൽ നിന്ന് 17, ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് നല്ലൊരു എക്സ്പാൻഷൻ OPM-ൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് റിസർവ്സ് ഒക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. ബോറോവിങ്സ് വളരെ കുറച്ച് മാത്രമേ കൂടിയിട്ടുള്ളൂ, നെഗ്ലിജിബിൾ ആണ്. നമുക്ക് കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യം ഇവിടെ കാണുന്നില്ല. പക്ഷെ അവരുടെ ഗൈഡൻസ് ലേശം കുറച്ചതായിട്ടുള്ള ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവരുടെ സ്റ്റോക്ക് പ്രൈസിനെ അഫക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ഒരു കൺസേൺ ഉള്ളത്. പക്ഷെ ഇതിൻ്റെ നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഓക്കെ നമ്പേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ക്യാഷ് ഫ്ലോ ആണെങ്കിലും ഓക്കെ ആണ്. ക്യാഷ് ഫ്ലോ നോക്കട്ടെ. $327, $134, $121 ഒക്കെയാണ് അവരുടെ
അത്ര ബെറ്റർ അല്ല, ക്യാഷ് ഫ്ലോ അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി ബെറ്റർ ക്യാഷ് ഫ്ലോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, റിസീവബിൾസ് വളരെ കൂടുതലാണ്. റിസീവബിൾസ് അതാണ് ക്യാഷ് ഫ്ലോ കുറച്ച് നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഇതിലുള്ള ഒരു കൺസേൺ എനിക്ക് തോന്നുന്നത്. അതുപോലെ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു 4 ക്വാർട്ടേഴ്സ് സ്റ്റേബിൾ ആണ്. നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിൽ കാര്യമായിട്ട് കൂടിയിട്ടൊന്നുമില്ല. ഡി ഐസും എഫ് ഐ ഐസും എഫ് ഐ എസ് ശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. ഡി ഐസ് വളരെ സ്ലൈറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇത്തവണത്തെ റിസൾട്ട് ഓക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ട് അത്ര ബെറ്റർ റിസൾട്ട് ആയിരുന്നില്ല. കഴിഞ്ഞ റിസൾട്ട് അത്ര ബെറ്റർ ആയിരുന്നില്ല. അപ്പോൾ ഇത് ഏതായാലും നല്ല റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്തൊരു സ്റ്റോക്ക്. അതുപോലെ എം ബി അഗ്രോ പ്രോഡക്റ്റ് ലിമിറ്റഡ് ആണ്. എം ബി അഗ്രോ പ്രോഡക്റ്റ് ലിമിറ്റഡ് ബമ്പർ റിസൾട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇയർ ഓൺ ഇയർ 116% ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് നല്ല ഗ്രോത്ത് കാണാം. എബിറ്റ് 69%, നെറ്റ് പ്രോഫിറ്റ് 77% ആണ്. ഇ പി എസ് 77% ഗ്രോത്ത് ആണ്. നല്ല അടിപൊളി ഗ്രോത്ത് കൊടുത്തിട്ടുള്ള കമ്പനിയാണ് എം ബി അഗ്രോ പ്രോഡക്റ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇതിന്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. കഴിഞ്ഞ ഡിസംബറിൽ 284 നിന്നും 612, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് 450 നിന്നും 612. ഇനി ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ മാർച്ച് മുതൽ അവരുടെ കൺസിസ്റ്റൻസി നമുക്ക് കാണാം. 146, 200, 278, 284, 297, 410, 450, 612 കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒ പി എം ലേശം ഡൗൺ ആയിട്ടുണ്ട്. അതൊരു ചെറിയൊരു കൺസേൺ ആണ്. ഓക്കെ, അതാണ് കാര്യമായൊരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി സ്റ്റോക്ക് പി ഇൻഡസ്ട്രി പി യേക്കാളും ലേശം കൂടുതലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്റ്റോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറി കിടക്കുവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിൻ്റെ ഈ ഗ്രോത്ത് ഒക്കെ കണ്ടിട്ടുള്ള ഒരു റാലി ഓൾറെഡി സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ബേസിനായിരിക്കാം എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോക്ക് പി ഇത്രയും കൂടിയിട്ടുള്ളത്. ഓക്കെ, ആർ ഒ സി ഒക്കെ നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ റീസെൻ്റ്ലി ആർ ഒ സിയിൽ എന്താ നമുക്ക് കാണുന്നത്, ഒരു ഗ്രോത്ത് അല്ല കാണുന്നത്. അതാണ് വേറൊരു കൺസേൺ. ഇനി ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത ക്യാഷ് ഫ്ലോ അവർക്ക് കാണുന്നുണ്ട്. കുഴപ്പമില്ലാത്ത 145, 250, 500. പക്ഷെ അത്രയും ക്യാഷ് ഫ്ലോ ഇല്ല. ക്യാഷ് ഫ്ലോ അവസാനത്തെ 2 ഇയേഴ്സ് ക്യാഷ് ഫ്ലോ ബെറ്ററായി വന്നിട്ടുണ്ട്. അതിന് മുമ്പുള്ള 2 വർഷം ക്യാഷ് ഫ്ലോ അത്ര നല്ലതായിരുന്നില്ല. ഓക്കെ, ഇനി ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ലേശം ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 74.56 ഉണ്ടായിരുന്നത് 74.63 ആയിട്ട് ആഡ് ചെയ്തിരുന്നു. നേരത്തെ 74.31 ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ലേശം കുറച്ചു. പിന്നീട് ഗ്രാജുവലി കുറേശ്ശെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ബാക്കി മൊത്തം പബ്ലിക്കിന്റെ കയ്യിലാണുള്ളത്. സ്ലൈറ്റ്ലി എഫ് ഐസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റേറ്റിംഗ് അപ്ഡേറ്റ് നവംബർ 2026 അവസാനം വന്നിട്ടുള്ളത്. പുതുതായിട്ട് A1 ICRA A+ സ്റ്റേബിൾ, ICRA A1 അസൈൻഡ്, കുഴപ്പമില്ലാത്ത റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. പുതിയ റേറ്റിംഗ് അസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണിത്. മധ്യഭാരത് അഗ്രോ പ്രോഡക്ട്സ് ലിമിറ്റഡ്, MBAPL. ഓക്കെ, അതാണ് അടുത്തൊരു കമ്പനി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അടുത്തൊരു കമ്പനി GM ബ്രൂവറീസ് ആണ്. ആൽക്കഹോളിക് കമ്പനിയാണ്. നല്ല അടിപൊളി ഗ്രോത്ത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ഗ്രോത്ത് ആണ്. വാല്യുവേഷൻസ് ആർ ഓക്കെ. മാർക്ക് PE 15 ആണ്. ഇൻഡസ്ട്രി പി യേക്കാളും വളരെ താഴെയാണ്. PEG 1.13, 1നേക്കാളും ലേശം മേലെയാണ്. നമുക്ക് കുഴപ്പമില്ല, കൺസിഡർ ചെയ്യാവുന്നതാണ്. ഡെറ്റ് ആണെങ്കിൽ ഇല്ല അല്ലേ, 0 ഡെറ്റ് ആണ്. വളരെ പോസിറ്റീവാണ്. ROC ഓക്കെ ആണ്. പക്ഷേ ലാസ്റ്റ് 3 ഇയേഴ്സിനേക്കാളും ലേശം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒരു കൺസേൺ. എന്നാലും കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ കാലം വലിയൊരു ഗ്രോത്തും ഇല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ സ്ലൈറ്റ്ലി എന്താ പറയേണ്ടത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് സെപ്റ്റംബറിൽ നല്ലൊരു ഗ്രോത്ത് വന്നു. എഗെയിൻ ഡിസംബറിൽ എന്ത് വന്നു, നല്ലൊരു ഗ്രോത്ത് ആണ് കാണിച്ചിട്ടുള്ളത്. 166 നിന്നും 202. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് 181 നിന്നും 202. ഓക്കെ, ബെറ്റർ റിസൾട്ട് ആണ്. 30 നിന്നും 53
ഏകദേശം 90% ആണ് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുള്ള ഗ്രോത്ത്. അത് എക്സാക്റ്റ് അല്ല, ഞാൻ ഏകദേശം പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ എഫിഷ്യൻസിയാണ് നമുക്ക് ഈ OPM എക്സ്പാൻഷൻ നമുക്ക് കാണിച്ചു തരുന്നത്, പോസിറ്റീവാണ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് ട്രailing 12 മന്തിൽ കമ്പനിയുടെ ബെസ്റ്റ് ഫിഗേഴ്സ് ആണ്, ടോപ്പ് ലൈൻ കാണാം, ബെസ്റ്റ് ഫിഗേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് റിസർവ്സ് കൂടിയിട്ടുണ്ട്, ബോറോയിങ്സ് ഇപ്പോഴും ഇല്ല, 0 ആണ്, ഓക്കെ ആണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് സ്റ്റേബിൾ ആണ്, FISും DISും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കി പബ്ലിക്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഓക്കെ ആണ്. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ GM ബ്രൂവറീസ് പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം കുറച്ച് താഴെ വന്നിട്ടുണ്ട്. ഓൾറെഡി അത്യാവശ്യം നല്ലൊരു റാലി കൊടുത്ത സ്റ്റോക്കാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. സ്റ്റിൽ റാലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ വാല്യുവേഷൻ ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിക് കമ്പനിയാണ്. ആൽക്കഹോളിക് കമ്പനീസ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ഈ കമ്പനി കൂടി എന്ത് ചെയ്യാം, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ്, കമ്പനികളുടെ റിസൾട്ടാണ് നമ്മുടെ 1500 കോടിക്ക് മേലെയുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി കമ്പനികളുടെ റിസൾട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.